ഒരു പ്രശ്നമില്ല. ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. ജനങ്ങൾ കഴിഞ്ഞ 3 തവണ എനിക്ക് നൽകിയ വിശ്വാസം വീണ്ടും ഈ തവണ നൽകുമെന്നാണ് ഉറപ്പുമായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 വർഷം തിരുവനന്തപുരം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അങ്ങേക്കെതിരെ BJPയുടെ സ്ഥാനം മത്സരിക്കുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ഒരു ടൈറ്റ് ആവുമോ തിരുവനന്തപുരം? എപ്പോഴും സാധാരണ ത്രികോണ മത്സരമാണ്. പക്ഷെ അവരുടെ മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ്. അവരുടെ മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കാണുന്നത് BJP മന്ത്രിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് ചിലവരെ സ്വാധീനിക്കും അല്പം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എൻ്റെ വിജയത്തെ ബാധിക്കും. ഈ മണ്ഡലത്തിലെ നമ്മൾ തീരദേശ മേഖലയുടെ സാറ് തൊട്ടുമ്പോൾ പോയുള്ളൂ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. വളരെ ആശങ്കയിലാണ് അവർ. ഞാൻ അവരുടെ ഒപ്പം പൂർണ്ണമായിട്ടുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഞാനാണ് ശ്രീ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ 476 കോടി അദ്ദേഹമാണ് എൻ്റെ ആവശ്യം. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഗോഡൌണിലുള്ള പല ആളുകളെയും ഗോഡൌണിൽ കിടക്കുന്ന പല ആളുകളും സർക്കാർ മാറ്റി പാർപ്പിച്ചു. പക്ഷെ അവർക്ക് ഇപ്പോഴും വാടക സർക്കാർ കൊടുക്കുന്നത്. അതെ, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായും ആത്മാർത്ഥതയില്ലാത്ത തെളിവാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ 476 കോടി മാറ്റി വെച്ചതിന് അവർ വേറെ കാര്യത്തിന് വേണ്ടി ചെലവാക്കി, ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയില്ല. അതുകൊണ്ട് അവരുടെ എതിർപ്പ് സംസ്ഥാന സർക്കാരിനെതിരാണ്, ഞങ്ങളെതിരല്ല. തിരുവനന്തപുരം മെത്രാന്മാർക്കെതിരെയും വൈദികർക്കെതിരെയല്ല വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ കള്ളക്കേസുകളുടെ കാരണം അവർക്ക് ഒരു പാസ്പോർട്ടും കൂടി റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല, വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിനെ നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ മോശമാണ്. ഇതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും രണ്ടാൾക്കും ഒരു ഭാഗമുണ്ട്. ഇത് വലിയ മോശമായി പോയി. അവര് FIR ഇറക്കിയ ദിനം തന്നെ ഞാൻ പറഞ്ഞു ഇതിനെ ഉടനെ പിൻവലിക്കണം, ഇത് അന്യായമാണ്, ചേരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം, ആ ദിനം തന്നെ. പക്ഷെ അവർ ചെയ്തില്ല. അത് വലിയൊരു തെറ്റാണ്. ഞാൻ പറഞ്ഞു അതിന് പിൻവലിക്കണം, അവർ ചെയ്തില്ല. വലിയ തെറ്റാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം ജനങ്ങൾക്ക് നഷ്ടപരിഹാരം പൂർണ്ണമായി കൊടുക്കണം. ഈ കേസുകൾ സർക്കാർ പിൻവലിക്കണം. എന്നിട്ട് ഒരു സംശയവുമില്ലാതെ നമ്മളുടെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് വികസനം ചെയ്യേണ്ടത്. വികസനം ആർക്കാണ്? ജനങ്ങൾക്കാണ്. അപ്പോൾ അത് അവരുടെ താല്പര്യം നോക്കിയിട്ടും ചെയ്യണം, ഒരു സംശയവുമില്ല. അതിൻ്റെ അർത്ഥമല്ല വിഴിഞ്ഞം തുറമുഖിനെ അടയ്ക്കണം. അത് രാജ്യത്തിന് താല്പര്യമായ ഒരു തുറമുഖമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ജനങ്ങളെ അതിനുള്ള സഹായം ആവശ്യമായ നിർബന്ധമായി കൊടുക്കണം. സാർ, അവസാനമായിട്ട് ഇനിയുള്ള തിരുവനന്തപുരം ഈ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്താണ്? നല്ല സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതിന് നമ്മൾക്ക് സംസ്ഥാന സർക്കാരിന് 2 വർഷത്തിൽ തിരിച്ചെടുക്കണം. അവരുടെ സഹകരണം കൊണ്ടാണ് ഭൂരിപക്ഷം ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾക്കൊരു എയിംസ് കൊണ്ടുവരും, നമുക്കൊരു എന്ത് കാര്യങ്ങളും മെട്രോ, എയിംസ് എല്ലാറ്റിനും സംസ്ഥാന സർക്കാരിന് വലിയൊരു ഭാഗമുണ്ട്. അതും നമുക്ക് എടുക്കേണ്ടി വരും. അതുവരെ MP ആയിട്ട് തിരുവനന്തപുരം ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കുക, എൻ്റെ സ്വാധീനം ഉപയോഗിക്കുക. പക്ഷെ അവകാശം സർക്കാരിനെ പിടിച്ചെത്തണം.